വർക്ക് ചെയ്തു. തീരുമാനായി. ഇങ്ങനെ കൊണ്ട് ക്ലാസ് പൊട്ടി സമാധാനമില്ല നിങ്ങൾക്ക്. നിങ്ങൾ ഇതിങ്ങോട്ട് മനുഷ്യ. ഞാൻ ചൂലെടുക്കാൻ ഈ പൊട്ടിയതൊക്കെ വാരണ്ടേ അതിനു വേണ്ടി. അല്ലാതെ മുങ്ങാൻ നോക്കിയതല്ല. നിങ്ങളത് ചെയ്യുന്നുള്ളതുകൊണ്ടല്ലേ പറഞ്ഞേ. നിങ്ങൾ കണ്ണു വല്ല കുരു ഉണ്ട്. നിങ്ങൾ മുന്നേ തന്നെയല്ല ചൂലുള്ളേ. ഞാൻ കുഞ്ഞുറക്കി വരുമ്പോഴത്തേക്കും ഇവിടെ ക്ലീൻ ആയിരിക്കണം, മനസ്സിലായോ? ക്ലീൻ ആയിരിക്കും, ക്ലീൻ ആയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഏത് സമയത്താണ് ഈ കുറിപ്പിനെ കിട്ടാൻ തോന്നി? ആര് നിർബന്ധിച്ചെന്തല്ലോ, സ്വന്തം ഇഷ്ടമാണ് ചെയ്തല്ലേ, അനുഭവിച്ചു. ഒന്ന് ഹെൽപ്പ് ചെയ്യടി. സോറി, ഞാൻ ഹെൽപ്ലെസ് ആണ്. ഭാര്യ തന്ന വേണ്ടി ഭർത്താവാണ് ചെയ്യേണ്ടത്, അല്ലാതെ അനിയത്തിയല്ല. ഈ ഇങ്ങനത്തെ സമയത്ത് അങ്ങനെ കണ്ണിച്ചോറില്ലാതെ സംസാരിക്കില്ലേ? ഓ സോറി മാൻ, എനിക്ക് പണ്ടേ കണ്ണിൽ കുറച്ച് ചോര കുറവാ. എന്തിനാ ഇതൊക്കെ അനിയത്തിയെന്ന് പറഞ്ഞേ? അതിനോട് വലിയ കാര്യമുണ്ടോ? അതിനോട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതിനോട് ഞാൻ ആരോടും പറയില്ല. അന്നോടൊക്കെ ഹെൽപ്പ് ചോദിക്കേണ്ടത് നല്ലത്, സ്വന്തമായിട്ട് ചെയ്യണതാ. അതെ, ഇവിടെ നിന്ന് മാറിക്കോയി. പിന്നെന്താ, ആ സൈഡിൽ കുറച്ച് പൊടിയുണ്ട്, അതും കൂടെ ഒന്ന് അടിച്ചു തരണേ. എനിക്കൊന്നും ഇവിടുന്ന് പോയി തരുമോ? അതിന് എന്ത് ചെയ്തു തരണോ? എന്തായാലും ഇവിടെ അടിച്ചു വരില്ല. എന്റെ റൂമിൽ കുറച്ച് പൊടിയുണ്ട്, അതും കൂടി ഞാൻ ക്ലീൻ ആക്കിയാളെ. അതെന്റെ ഓനോട് പോയി പറയും ക്ലീൻ ആക്കാൻ. ഇങ്ങനത്തെ ആളെ എനിക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ എന്നോട് പറഞ്ഞു. പക്ഷെ ഇല്ലല്ലോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. കണ്ടിന്യൂ ക്ലീൻ ആയിക്കോളൂ. പിന്നെ ഇത്രയും നേരം ഞാൻ ചെയ്തെന്താ? ഇത്ര വിട്ട് പറഞ്ഞോ? ഒന്ന് കൈ പിടിക്കടി. വേണേ തന്നെത്താനങ്ങ് എണീച്ചു പോരി. സത്യത്തിലുള്ള പ്രശ്നം എന്താ? ആ ക്ലാസ് പൊട്ടിച്ചതാണോ? ഞാൻ പുതിയ വാങ്ങിത്തരാം. എന്റെ അനുവാദം ഇല്ലാതെ എന്നെ തൊടാൻ തന്നോട് ആരോട് പറഞ്ഞേ? എനിക്ക് ഇന്നത്തോടു കൂടി നമ്മുടെ കാര്യത്തിൽ തീരുമാനമാണ്. അതിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാലോ. എനിക്ക് കുറച്ച് സാവകാശം കൊണ്ടാവും. താൻ കുറെ നാളായാലും സാവകാശം എടുക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇതുവരെ തീരുമാനിച്ചില്ലേ? നീ വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ള കാര്യമില്ല ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാന്ന് പറയുന്നത്. എനിക്ക് തീരുമാനം എടുക്കാൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തീരുമാനം എടുത്തോളാം. എനിക്ക് തന്റെ കൂടെ കഴിഞ്ഞ മതിയായി. എനിക്ക് ഡിവോഴ്സ് വേണം. നീ ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഡിവോഴ്സ് അവിടെ അട്ടിക്ക് വെച്ചതൊന്നുമല്ല. അതെ, ഈ ഡിവോഴ്സ് ഒക്കെ കൊടുത്ത് സമയം എടുക്കും അത് കിട്ടാൻ. എനിക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനറിയില്ലേ? എല്ലായ്പ്പോഴും സമയം എടുക്കുന്നു പറഞ്ഞിട്ട് ഇതുവരെ ഡിവോഴ്സ് ഫയൽ ചെയ്തില്ലല്ലോ. ഈ ഡിവോഴ്സ് ഒക്കെ കൊടുത്ത കുറച്ച് കാലത്തിന് പിന്നാലെ നടക്കേണ്ടി വരും. എനിക്ക് ഇതിന്റെ ഇടയിൽ എന്തൊക്കെ പണികളുണ്ട്, അതൊന്നും എനിക്ക് കൊടുക്കാൻ സമയം കിട്ടിയില്ല. ഓ, വലിയ കളക്ടർ ഉദ്യോഗങ്ങളാണല്ലോ ചെയ്യുന്നത്, സമയം കിട്ടാതിരിക്കാൻ. എനിക്ക് പോയിന്റ് ഡിവോഴ്സ് അല്ലേ, അത് നേരം എടുത്തോട്ടെ, എന്നിട്ട് തരാം. ഇത് നോക്കാവി, ഇന്നൊരു പ്രശ്നത്തിനും പോയത്. നമ്മൾ ഇന്നാണ് സസ്പെൻഷൻ കഴിഞ്ഞൊന്ന് വന്നത്. അപ്പോഴത്തേക്ക് വേറെ പ്രശ്നത്തിൽ പോയി ചാടല്ലേ. അവൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു വാങ്ങിയതല്ലേ, അല്ലാതെ നമ്മൾ അങ്ങോട്ട് വെറുതെ കൊടുത്തോന്നല്ലോ. ഫെലിക്സ് ഇങ്ങോട്ട് വരുന്ന ദയവ് ഇതാ വായ തുറന്നേക്കല്ലേ. ആഹാ, ആരിത്? കാക്കമാർ സസ്പെൻഷൻ കഴിഞ്ഞ് എത്തിയായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു സസ്പെൻഷൻ? ഇത് ഫെലിക്സ് ആവശ്യമില്ലാണ്ട് ഇങ്ങോട്ടേക്ക് പ്രശ്നത്തിന് വരാക്കല്ലേ. നീയൊക്കെ എന്താടാ കരുതി? നീ ഇങ്ങോട്ട് കുറച്ച് ഉണ്ടാക്കിയെന്ന് കരുതി നിങ്ങൾ വലിയ ആളായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടത് ചെറിയതാ. ഇനി ഇതിനേക്കാൾ വലിയ പണികൾ വയ്യേ വരും. എന്നോട് ഞങ്ങൾ മലയാളത്തിലല്ലേ പറഞ്ഞു ഇങ്ങോട്ട് ഒന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന്. അത് പറഞ്ഞാൽ കേട്ടാ പോരെ? അതല്ല, കേൾക്കാതെക്കാനാണ് പാവക്കില്. ഇന്നാൾ തന്നതിനേക്കാൾ 3 ഇരട്ടി ഇതൊന്ന് മൂലക്കിടാൻ അറിയാഞ്ഞിട്ടല്ല. ഇനി നീ നിന്റെ വായങ്ങാനും തുറന്ന പിന്നെ നിന്നെ വെച്ചേക്കില്ല. തീരുമാനമായി. ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് കോളേജിൽ കാല് കുത്തിയില്ല. അതിനു മുന്നേ അടുത്ത പ്രശ്നം. ഫെലിക്സ് വായ തുറക്കാത്തത് കൊണ്ട് മാത്രം ഇപ്പൊ സസ്പെൻഷൻ ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നത്. I hate you. നോക്കുമ്പോളെ, നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിന്നെ നോക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ കഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അമ്മ, എനിക്ക് ഈ ഒരു കല്യാണം വേണ്ട. ഞാൻ പോയാൽ പിന്നെ എൻ്റെ ഒറ്റക്കാവൂലേ. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കണ്ട.
ഞാൻ പോയാൽ പിന്നെ ആരാ എൻ്റെ അമ്മയെ നോക്ക? അമ്മനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. അമ്മയുടെ കൂടെ എന്നും ഞാനുണ്ടാവും. അവര് വന്നു തോന്നുന്നു. നിങ്ങളൊന്ന് പോയി നോക്കി. നിങ്ങൾ എന്തൊക്കെ ലേറ്റ് ആയി? ഞാൻ നിങ്ങളെ കാണാൻ വിളിക്കാൻ നിൽക്കേനി. ഞങ്ങൾ എപ്പോഴോ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അതിൽ ഈ 3 എണ്ണം ഇറങ്ങി വരണ്ടേ? ഇത് അവരൊക്കെ ഇവിടെ കണ്ടില്ലല്ലോ. അവര് കാറ് പാർക്ക് ചെയ്യാൻ പോയതാ. ഇപ്പൊ വരാ മതി. ഇപ്പോഴും അവര് വഴക്ക് വിടുവോ? പണ്ടൊക്കെ എപ്പോഴും അവർക്ക് കിരിമാവും പോലെ എപ്പോഴും വഴക്കല്ലായിരുന്നു. അതിനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കുന്നതാണല്ലേ. 3 എണ്ണം എപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ്. ഒരു മാറ്റമില്ല. ഇതിന് 3 വഴക്കാക്കിയാലിങ്ങനെ നന്നാവും വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു നോക്കി. എന്നിട്ടും ഒരു മാറ്റമില്ല. ഈ പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. നീ ആൽവിയെ കണ്ടിട്ടില്ലല്ലോ. ആൽവിനെ ചെറിയ കുട്ടിയായപ്പോ കണ്ടതാ. പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. സമയം ഒരുപാടായില്ലേ? നാളെ വിളിച്ചോ. എന്നാ പിന്നെ മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ. അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതാ പറഞ്ഞേ, പോയി സംസാരിച്ചോന്ന്. എനിക്ക് സംസാരിക്കേണ്ടത് നിങ്ങളോടാണ്, അല്ലാതെ അവളോടല്ല. അതൊക്കെ വന്നിട്ട് പറയാം. നീ ഇപ്പൊ അവളോട് പോയി സംസാരിക്കേ. ആൽവി, നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എന്ത്? അതല്ല, നമ്മള് കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും സംസാരിച്ചില്ല. തനിക്ക് നിങ്ങൾ പറയാനുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയാട്ടോ. ഞാനത് പറയുന്നതായിട്ട് താനെങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല. ബട്ട് എനിക്കൊരാളെ ഇഷ്ടമാണ്. ഈ കാര്യം വീട്ടിലറിയോ? എനിക്കിങ്ങനെ ഒരു ഇഷ്ടമുള്ള കാര്യം വീട്ടില് മാത്രമല്ല, ആ കുട്ടിക്കും അറിയില്ല. ഓഹോ, അപ്പൊ മനസ്സിലാവാ? ചെറുതായിട്ട്. അത്രക്ക് ഇഷ്ടമാണോ ആ കൊച്ചിനെ? ഞാൻ വന്നപ്പോ മുതലേ താനിങ്ങനെ സൈലന്റ് ആയിരിക്കുന്നതേ കണ്ടുള്ളൂ. ഇപ്പഴാണ് മുതല് ചിരിയുണ്ടേ, അതുകൊണ്ടാണ് ചോദിച്ചേ. എന്നാ പിന്നെ അധികം വൈകിപ്പിക്കണ്ട, നമുക്ക് ഈ കാര്യം വീട്ടുകാരോട് പറയാം. ഏയ് അത് വേണ്ട, അവരോട് പറയണ്ട. എന്തേ, വീട്ടുകാര് സമ്മതിക്കൂല എന്നുള്ളതുകൊണ്ടാ? ഏയ് അതല്ല, ഞാനിതുവരെ അവളോട് ഇത് പറഞ്ഞില്ലല്ലോ. തനിക്ക് അവളെ അത്രക്ക് ഇഷ്ടമാണെങ്കിൽ പോയി പ്രപ്പോസ് ചെയ്യും. ഞാൻ കേട്ടിടത്തോളം ഭയങ്കര ധൈര്യമുള്ള ആളാണല്ലോ നീ. പിന്നെ നിന്നെ കാണാൻ അത്യാവശ്യം ഹാൻസം ആയതുകൊണ്ട് ഞാൻ പറയാതിരിക്കില്ല. ലുക്കിലൊന്നും വലിയ കാര്യമില്ല, ക്യാരക്ടറാണ് മെയിൻ. ഞങ്ങൾ തമ്മിൽ കണ്ടെന്ന മുതലേ അടിയാണ്. സോ അവൾക്ക് എന്റെ സ്വഭാവം തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് എന്തായാലും പറയാൻ പോകില്ല. അവൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെയാണ്. സോ അവൾ എന്തായാലും എന്നെ റിജക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അവളുടെ അടുത്ത് നിന്ന് റിജക്ഷൻ നേടാൻ മാത്രമേ ഉള്ള ധൈര്യമൊന്നും എനിക്കില്ല. താനത് തന്റെ ഇഷ്ടം പറ. അവക്ക് ചിലപ്പോ നിന്നെ ഇഷ്ടമാണെങ്കിലും അവളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാലത്തോളം നിനക്ക് ആരും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. നീ പിന്നെ എത്ര കാലം സിംഗിൾ ആയിട്ടിരിക്കുന്ന? ഈ ലോകത്ത് വൺ സൈഡ് ലവ് ഉള്ള ആളുകളൊന്നും ധൈര്യമില്ലാത്ത ആൾക്കാരൊന്നും ആയിരിക്കില്ല. ചിലപ്പം കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ള ആളായിരിക്കും. ബട്ട് എന്നോ നമ്മൾ ചെയ്തൊരു തെറ്റ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ചെയ്യുന്ന ആളായിരിക്കാം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള്. ചിലപ്പോൾ നമ്മൾ റിജക്ട് ചെയ്യുന്നുള്ള വീഡിയോ കൊണ്ടായിരിക്കും. അവളെ കുറിച്ച് പറയുമ്പോൾ കവിതയൊക്കെ വരുന്നുണ്ടല്ലോ. എന്തായാലും നമുക്കിത് വീട്ടുകാരോട് പറയാം. വാ. ഇത് അവര് വന്നല്ലോ, അവരോടും കൂടി ചോദിക്കി. നോക്ക്, ഞങ്ങളുടെ മോനെ ഇഷ്ടമായോ? ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ. ഒരു ഡിസിഷൻ പറയാൻ കുറച്ച് സമയം വേണം. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിട്ട് ഒരു ആൻസർ പറയാം. നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിപ്പോ ട്രാവൽ ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും ലേറ്റ് ആവും. ഇപ്പൊ ഇറങ്ങിയാലേ അവിടെ സമയത്തിന് എത്താൻ പറ്റുള്ളൂ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. വായി മാറി അങ്ങോട്ടല്ലേ തികണ്ട്, നീ എന്താ ഇങ്ങോട്ട്? എനിക്ക് വായി മാറിയതൊന്നുമല്ല, പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ പോകുന്നേ. നീ ഇതെങ്ങോട്ടാ പോകുന്നേ? അതെ, നിങ്ങളോട് രണ്ടുപേരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവിടുന്ന് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാനേ. എനിക്ക് വേറൊരാളെ ഇഷ്ടം. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നിനക്ക് എന്തായാലും ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞുകൂടായിരുന്നോ? എന്നാ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്നതിന് പകരം അങ്ങോട്ട് പോയാൽ പോരായിരുന്നു? അമ്മ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ റിലേഷൻഷിപ്പിലൊന്നുമല്ല. എനിക്ക് ആ കുട്ടിയെ ഇഷ്ടം, അത്രേ ഉള്ളൂ. ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയണ്ടെന്നാ വിചാരിച്ചിരുന്നേ. പിന്നെ അവള് പറഞ്ഞു നിങ്ങളോട് പറയാൻ. നിനക്കെങ്ങനെയാ കൊച്ചിന്റെ വീട് അറിയാം? അപ്പൊ നീ ഇങ്ങോട്ടേക്ക് വരാറൊക്കെ ഉണ്ടല്ലേ? ഞാൻ ഇങ്ങോട്ടേക്കൊന്നും വരാറില്ല. എന്റെ ഒരു ഫ്രണ്ടിന്റെ വീടിന്റെ അടുത്താ. അവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കറക്റ്റ് എവിടെയാണെന്ന് അറിയില്ല. ഹലോ എടാ, നിന്റെ വീട് ഈ സൂപ്പർ മാർക്കറ്റിന് ലെഫ്റ്റ് ആണോ അതോ റൈറ്റ് ആണോ?
എന്നാ ഓക്കേടാ, ഞാൻ പിന്നെ വിളിക്കാം. ഇത് അലീനന്റെ വീടാണോ? അതെല്ലോ, ആരാ മനസ്സിലായില്ല? ഞാൻ അലീനന്റെ കൂടെ പഠിച്ചതാ. മോനെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങള് കുറച്ച് വിട്ടുന്ന. എന്നാ നിങ്ങളവിടെ ഇരിക്കട്ടോ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഈ ചായ ഒന്നും വേണ്ട, ഞങ്ങളൊരു സ്ഥലം വരെ പോയി വരിക. ഞങ്ങള് മോളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ഞാനെന്നാ അവളെ വിളിക്കാട്ടോ. മോളെ, നിന്നെ കാണാൻ നിന്റെ ഏതോ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോ വരാം. നിങ്ങളായിരുന്നാ? നിങ്ങള് മലപ്പുറത്തുനിന്നാ? നിങ്ങൾ മലപ്പുറത്താരാ? ഞാനും മലപ്പുറത്തുള്ളതാ. ഇതപ്പം നിങ്ങളുടെ വീടല്ല, ഇതെന്റെ അനിയന്റെ വീടാ. നീ മോളോട് പറഞ്ഞു? ആ, അവളിപ്പോ വരും. ഞാൻ അപ്പോഴത്തേക്ക് ഇവർക്ക് ചായ എടുക്കാം. മോളിപ്പോ എന്തിനാ പഠിക്കുന്നേ? അവള് ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ പഠിച്ചേ. ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവളമ്മയ്ക്ക് ക്യാൻസർ ആയതുകൊണ്ട് പിന്നെ അവള് പഠിത്തം നിർത്തി. ഇപ്പൊ ഇവിടെ വന്നിനി ആള് അവളെ അമ്മയാണോ? അയ്യോ, അത് അവളെ അമ്മയല്ല, അതെന്റെ വൈഫാ. ആളുടെ അമ്മ മരിച്ചിട്ട് ഇപ്പം 2 ആഴ്ചയായി. അവളമ്മ പോയി പിന്നെ അവളങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല. നിങ്ങളിപ്പോ മരണവാർത്ത കേട്ട് വന്നതല്ല? അപ്പൊ ഇനി എപ്പോഴാ അവള് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുന്നേ? സ്റ്റഡീസിന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ മുതൽ പഠിക്കണം. ഇപ്പൊ 4 വർഷത്തോളമായി അവള് ഗ്യാപ്പ് എടുത്തിട്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് പിന്നെ എപ്പോഴാ? നോക്കിയെടുത്ത് ഒരുപാട് കല്യാണാലോചനകളൊക്കെ വന്നിരുന്നു. പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് അതൊക്കെ മുടങ്ങിപ്പോയി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂല്ലെങ്കിൽ അവളെ ഞങ്ങൾ കൊണ്ടായിക്കോട്ടെ, ഞങ്ങൾ മരുമകളായിട്ട്. അയ്യോ, അതിപ്പോ എങ്ങനെയാ? ഞങ്ങൾക്ക് സ്ത്രീധനൊന്നും തരണ്ട. ഇതേ പ്രായത്തിലുള്ള 2 പെൺമക്കൾ എന്റെ വീട്ടിലുണ്ട്. അവരെ പോലെ ഞാൻ എന്റെ മോളായിട്ട് നോക്കിക്കോളാം. അയ്യോ, അതല്ല. നിങ്ങൾ വന്നപ്പോ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഇതിനാണ് വന്നതെന്നുള്ളത്. നിങ്ങൾ ആദ്യത്തില് മോളെ കണ്ടുപോവാന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങൾ തീരുമാനിച്ചു ഞങ്ങളെ മരുമകളായിട്ട് ഞങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുപോവാന്ന്. നമുക്ക് സമ്മതാണോ ഞങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങളുടെ മരുമകളായിട്ട്, അല്ല എന്റെ മകളായിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നതിന്? മക്കൾക്ക് സമ്മതായ സ്ഥിതിക്ക് നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കല്ലേ? നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കേനി? എത്ര നേരം കൊണ്ട് മനുഷ്യനിവിടെ കാത്തു നിൽക്കാന്നറിയോ? എവിടേക്കെങ്കിലും പോവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ചാവിയെങ്കിലും തന്നു പൊക്കൂടായിരുന്നോ? ഇവനിതെന്ത് പറ്റി? വരുന്ന വൈക്കിലെങ്ങാനും ഇവന്റെ സ്ക്രൂ ഊരി പോയിണ്ടാവും. അതായിരിക്കും ഇങ്ങനെ ഒറ്റക്ക് ചിരിക്കുന്നത്. നീ ഇതെന്താ ഇങ്ങനെ പറയുന്നേ? ലെട്ടും പോയിട്ടൊക്കെ ഉള്ളവർക്കല്ലേ വീണു പോവുള്ളൂ. ഇവനത് പണ്ടേ ഇല്ലല്ലോ. സത്യത്തിന് എനിക്ക് എന്തോ പറ്റണം കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കണമെങ്കിൽ അത് ഭ്രാന്തിന്റെ ലക്ഷണമല്ലേ? അവനതിന് പണ്ടേ ഭ്രാന്താണല്ലോ. നിങ്ങൾ 3 അകത്തോട് കയറണ്ടോ, അല്ലെങ്കിൽ പുറത്തന്നെ നിന്നോ? അപ്പൊ ഞാൻ വന്നപ്പോ മുതൽ ചോദിക്കണം എന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ശരിക്കും എന്താ പറ്റി? അത് നിന്റെ ഏട്ടന്റെ കല്യാണം ഫിക്സ് ചെയ്തു, അതിന്റെ സന്തോഷത്തിലാ. അതൊക്കെ ഇപ്പോ? അപ്പൊ ഞങ്ങൾ കൂടെ അത് കല്യാണ ഡേറ്റും ഫിക്സ് ചെയ്തോ? അതൊക്കെ ചെയ്തു. നിങ്ങൾ പോയി ഫ്രഷ് ആകും. ഇത് വല്ലാത്തൊരു ചതിയായി പോയിട്ടോ മമ്മി. ഞങ്ങളോടൊരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ. നിങ്ങളോടൊക്കെ ചോദിച്ച ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിലേ ഇക്കാലത്ത് നടക്കൂല. പിന്നെ നിങ്ങളോട് ചോദിക്കാൻ നിങ്ങളുടെ കല്യാണം ഒന്നല്ലല്ലോ. നിങ്ങളുടെ കല്യാണം വരുന്ന സമയത്ത് നിങ്ങളോട് ചോദിച്ച ഡേറ്റ് ഫിക്സ് ചെയ്യാം പോരെ? നിന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? നിക്ക് മമ്മി, ഈ സാരി ഒന്ന് എടുത്ത് റെഡി ആവണ്ടേ? ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. നിങ്ങൾ മാറ്റി ഞാൻ താഴത്തോട്ട് വാ, ഞാൻ അങ്ങോട്ടേക്ക് വരാം മമ്മി. പൂജ Flashback. Hey, open the door. Hey, open the door. താൻ കുടിച്ചിട്ടുണ്ടോ? ആ, ഞാൻ കുടിച്ചിന്. തനിക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടോ? നീ കുടിച്ചിനെങ്കിൽ ഈ റൂമിലോട്ട് കയറണം. നീ പുറത്തുനിന്നോ? ഹൈ, സ്റ്റോപ്പ് ഇറ്റ്. ഇത് എന്റെയും കൂടി റൂമാ, നിന്റെ മാത്രമല്ലല്ലോ. ഞാനും ഇവിടെ ഫീസ് കൊടുത്ത് തന്നെ പഠിക്കുന്നത്. ഞാനിവിടെ ഹോസ്റ്റൽ ഫീ കൊടുക്കുന്നുണ്ട്. എനിക്ക് സൗകര്യം ഉണ്ട്, ഇവിടെ കിടന്നാൽ മതി. നിന്ന് വാചം കടിക്കാതെ മാറടി. മാറിയില്ലെങ്കിലോ? The next day. മാം, ഇന്നലെ കനി ബാറിൽ പോയി കുടിച്ചിട്ടാ വന്നേ. കനി, തനിക്കിനി ചാൻസ് ഇല്ല. യു ആർ ഡിസ്മിസ്.
അങ്ങനെ അക്കാര്യത്തിലും തീരുമാനമായി. അന്ന് സംഭവിച്ചത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അന്ന് നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും ഇന്നൊരു ലോയറായിരുന്നു. സോറിടോ, അന്ന് ഞാൻ ആ ഒരു ഷോക്കിൽ പോയി പറഞ്ഞു. സോറി, ഞാൻ അങ്ങോട്ടല്ല പറയണ്ടേ, എൻ്റെ ഭാഗത്തല്ലേ തെറ്റുള്ളത്. പിന്നെ ഈ കഴിഞ്ഞ കാര്യം ആലോചിച്ചെന്ന് കരുതി ഞാൻ ലോയർ ആവാനും പോകുന്നില്ല, അന്ന് നടന്നത് നടക്കാതിരിക്കാനും പോകുന്നില്ല. സോ അത് വിട്ടേക്ക്. Flashback. ഹായ് ഞാനി, സുഖാണോ? നീ ചോദിച്ചതിന്റെ ആൻസർ ഞാൻ അപ്പേ തന്നതല്ലേ. നീ അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞില്ലല്ലോ. മഹി, നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ ഇപ്പൊ പറഞ്ഞ ആൻസർ എന്റെ കണ്ണിൽ നോക്കി പറ, എന്നാ ഞാൻ പോയി തരാം. മഹി, നീ പോ. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തേ? എനിക്ക് പണ്ടേ അനുസരണശീലം നല്ല കുറവാന്നേ. ഞാനതുകൊണ്ട് എന്റെ മുഖത്ത് നോക്കി പറയാതെ ഞാനിത് കേൾക്കാൻ പോകുന്നില്ല. നീ പറഞ്ഞതെല്ലാം ഞാൻ സാധുവാക്കി എടുക്കാം. എന്നാ പിന്നെ ഞാൻ പോയിട്ട് നാളെ വരാം. നിനക്ക് ഞാൻ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ജീവിക്കുന്നത് പോലത്തെ ഒരു ജീവിതം നീ ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ അകറ്റുന്നത്. ഐ എം സോറി. That's alright, that's okay. You can think that you're out when you're really just in love. Some mistakes get made, that's alright, that's okay. In the end, it's better for me. That's the moral of the story. ഇച്ച, നിനക്ക് എങ്ങോട്ടെങ്കിലും പോവാ. എത്ര കാലം വെച്ചിട്ടാ ഇതൊക്കെ സഹിക്കുക? ഇങ്ങോട്ടെന്ന് വെച്ചിട്ടാ? സമാധാനം കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. നിനക്ക് അറ്റ്ലീസ്റ്റ് വീട്ടിൽ നിങ്ങൾ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട്. എന്നെ ഈ റൂമിൽ പോലും പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഈ കാര്യം സിദ്ധുവിനോട് പറയാം. ഈ പ്രശ്നം ഇപ്പൊ നമ്മളെ മാത്രം ബാധിക്കുന്ന പ്രശ്നം, ഇതിൽ അവരെയും കൂടി വലിച്ചേക്കണ്ട. ജീവ, വാ പോവാം. സിദ്ധു, നീ എന്താ ഇവിടെ? അതൊക്കെ പിന്നെ പറയാം. നീ വാ, ഇറങ്ങ്. നിന്നോട് ഞാൻ പ്രത്യേകം പറയണോ? വാ. ആ വന്നോ? നീ കടയിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായോ? ഇതാരാ? അമ്മ, ഇതാണ് ഞാനാ, എന്റെ ഗേൾ ഫ്രണ്ട്. പെൺകുട്ടികൾക്ക് പിന്നെ പെണ്ണല്ലാതെ ആണുണ്ടാവും ഗേൾ ഫ്രണ്ട് ആയിട്ട്? അമ്മ ഒന്നോട് പറഞ്ഞേ, ഇത് മഹീദ് ആരാ? ഇത് മഹിയുടെ ഫ്രണ്ട്. ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഗേൾ ആയിട്ടുള്ള ഫ്രണ്ട്. ഇതൊക്കെ എങ്ങനെയാണാവോ പ്ലസ് ടു പാസ്സായി? അമ്മ, ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കാമുകി, അതാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ ഗേളായ ഫ്രണ്ട് അല്ല. അതൊക്കെ എനിക്കറിയാം, ഞാൻ വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ നോക്കാൻ. അല്ലാതെ അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നിട്ടല്ല. എന്നെ തൊട്ടുപോകരുത്. നീ എന്താ കരുതി നീ ചെയ്ത എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് നിന്റെ ഭാര്യയാകാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് സമ്മതിച്ചോളൂ? അതൊന്നുമല്ല, നീ എന്നോട് ചെയ്ത ഓരോ കാര്യത്തിലും അത്രയും പേരുടെ മുന്നിൽ നിന്ന് നാണം കെടുത്തിയതടക്കം ഞാൻ നിന്നോട് പകരം ചോദിച്ചിരിക്കും. ഈ കുഞ്ഞിനോ നോക്കൂ. നീ ഇതെങ്ങോട്ടാ? ഞാൻ എന്നാ ഒന്ന് ഉറങ്ങിയിട്ട് വരാം. കുഞ്ഞിനെ ഉറക്കിയിട്ട് കിടന്നുറങ്ങിക്കോ. കുഞ്ഞിനെങ്ങനെ ഉറക്കുക? കുഞ്ഞ് എന്റേത് മാത്രല്ലല്ലോ, നിങ്ങളുടെയും കൂടെ അല്ലേ. നോക്കിക്കോ. അറ്റ്ലീസ്റ്റ് കുഞ്ഞിന് പാല് കൊടുത്തിട്ടെങ്കിലും പോടി. കുഞ്ഞിന് പാലൊക്കെ ഓൾറെഡി കൊടുത്തതാ, ഇനി ഉറക്കിയാ മതി. ആഹാ, ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? കനി, നീ ഇപ്പൊ ഫ്രീ ആണോ? നിനക്കൊന്ന് ഇവിടെ വരെ വരാൻ പറ്റുമോ? നീ രാത്രിയിൽ എങ്ങോട്ടാ വേണ്ടേ? സ്ഥലം വരെ പോവാണ്ട്. ഇപ്പൊ വരാന്നേ. സമയം 12 മണി. ഈ സമയത്ത് നീ ഇതെങ്ങോട്ടാ? എൻ്റെ ഒരു ഫ്രണ്ട് എന്തോ അത്യാവശ്യത്തിന് വിളിച്ചു, അങ്ങോട്ടേക്കാ. സൂക്ഷിച്ചൊക്കെ പോണേ. ആ മമ്മി, സൂക്ഷിക്കാം. എന്നാ മമ്മി കിടന്നോ, ഞാൻ വരുന്ന സമയത്ത് മഹിനെ വിളിച്ചോളാം. നീ എന്ത് ഈ സമയത്ത് സാരിയൊക്കെ ആയിട്ട്? ഞാൻ വെറുതെ ഈ സാരി കണ്ടപ്പം ചുറ്റി നോക്കിയതാ. ആ സമയത്താണ് നീ വിളിച്ചത്. പിന്നെ ഞാനത് മാറ്റാൻ നിന്നില്ല. നീ ഇതെന്താ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കുന്നേ? നിന്നെ സാധാരണ ഇങ്ങനത്തെ വേഷത്തിലല്ലല്ലോ കാണുന്നത്. അപ്പൊ അങ്ങനെ കണ്ടപ്പോ നോക്കിയതാ. നിനക്ക് എന്തായാലും ഈ വേഷം നല്ല ചേർച്ചയുണ്ട് കേട്ടോ. വേണമെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ നടന്നു. അയ്യടാ, വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ലോ ഈ സാരി ചുറ്റി നടക്കാന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലിയ ഡിഫിക്കൽറ്റി വേറെ ഇല്ല. ഈ സാധനം ചുറ്റി ഉണ്ടാക്കാൻ തന്നെ വേണം 2 മണിക്കൂർ. അതിനേക്കാൾ നല്ല വേറെ നിങ്ങൾ ഡ്രസ് ഇടുന്നല്ലേ.
ഇങ്ങോട്ട് പാടി. നിനക്കല്ലേ ഡിവോഴ്സ് വേണ്ടിയിരുന്നേ? കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിവോഴ്സ് വാങ്ങിയതിൻ്റെ ഒക്കെയാണ് ഈ കിടന്നുറങ്ങുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഏടാ പോയി കിടന്നുറങ്ങാം നമുക്ക്.